When you are writing the public examination, how to write answers to get the maximum mark. അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരും. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എക്സ്പ്ലനേഷൻ കൊടുത്ത് സമയം നിങ്ങൾ കളയാൻ പാടില്ല. സ്ട്രക്ചർ യുവർ ആൻസർ വെൽ. തിയറി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലിയർ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയും ബുള്ളറ്റ്സുകൾ യൂസ് ചെയ്യുകയും കീ പോയിന്റ്സിനെ നല്ലപോലെ ബ്രീഫായിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് തിയറി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. പിക്ചറൈസേഷൻ ഉള്ള പോർഷൻസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ വിഷ്വലി ഇംപ്രസ് ആവുന്ന രീതിയിലായിരിക്കണം എക്സാമിനേഷന് നിങ്ങൾ ആൻസർ ഷീറ്റിൽ കൊടുക്കേണ്ടത്. Then when we are coming to the numerical questions, നമ്മുടെ സ്റ്റെപ്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം. കൂടാതെ ഫൈനൽ ആൻസർ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. റൈറ്റ് നീറ്റ്ലി ആൻഡ് ഹൈലൈറ്റ് ദ കീ പോയിന്റ്സ്. നമ്മുടെ ആൻസർ ഷീറ്റ് എന്ന് പറയുന്ന ഒരു വിഷ്വൽ നമ്മൾ കാണുന്ന സമയത്ത് അത്രയും ഇംപ്രസീവ് ആവണം. അതുകൊണ്ട് നമ്മളൊരു തിയറി പേപ്പർ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ സ്പേസ് യൂസ് ചെയ്യുന്നു, വേർഡ് നമ്മൾ സ്പേസ് യൂസ് ചെയ്യുന്നു, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു, ഓവർ റൈറ്റിംഗ് നമ്മൾ ഒഴിവാക്കുന്നു. അത്തരത്തിൽ നല്ല നീറ്റ് ആയിട്ടുള്ള റീഡബിൾ ആയിട്ടുള്ള ഒരു ക്ലിയർ ഒരു ആൻസർ ഷീറ്റ് ആയിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. ടൈം മാനേജ്മെന്റ്. ഒരു എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യന് എത്ര ടൈമാണോ അലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ കൃത്യം ടൈം ഞാൻ യൂസ് ചെയ്യാം. ഇപ്പം ക്വസ്റ്റ്യന്റെ വെയിറ്റേജ് നോക്കിയിട്ട് ടൈം അലോട്ട് ചെയ്യുക. ഒരു 10-15 മിനിറ്റ് വരെ നിങ്ങൾ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ബാലൻസ് വെക്കണം. കാരണം നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം, അതിനുള്ള എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ, എറേഴ്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാം. അത് കണക്കാക്കിയിട്ട് വേണം എക്സാമിനേഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ. പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന മുഴുവൻ കൊമേഴ്സ് കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.